ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ബി മലയാളം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി വെച്ചതിൻ്റെ ബാക്കിയാണ്. നമ്മുടെ പർമാർ ടെസ്റ്റ് സീരീസ് 9 CGL മെയിൻസിൻ്റെ മോക്ക് എക്സാം ആയിരുന്നു. പക്ഷേ അത് നമുക്ക് CHSL എക്സാമിനാണെങ്കിലും ഇനി വരുന്ന MTSനാണെങ്കിലും ഒക്കെ മാത്സിൻ്റെ സൊല്യൂഷൻ, മാത്സിലെ ക്വസ്റ്റ്യൻ അല്ലേ, അതിപ്പം ഇന്ന് എക്സാമിന് മാത്രമേ ചോദിക്കുള്ളൂ, അങ്ങനെയൊന്നുമില്ലല്ലോ. നമുക്ക് CHSL ആണെങ്കിലും ഏതിനാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. ഞാനിവിടെ ഇടയിലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിരുന്നും കാണുക. അതിലൊരു 15 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ബാക്കി നെക്സ്റ്റ് 15 to 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു റേസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 3 റണ്ണേഴ്സ് ഉണ്ട്, എയും ബിയും സിയും. അവർ ഒരു ഓട്ട മത്സരം നടത്തുവാണ്. അപ്പം അതിൽ ആദ്യം പറയുന്നത് എന്താ, എ ഫിനിഷ് ചെയ്യുന്ന സമയത്ത്, എ ഓടിക്കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ബി 12 മീറ്റർ പുറകിലാണ്. എ ഫിനിഷിങ് 12 meters ahead of ബി എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് അവരുടെ ടോട്ടൽ ലെങ്ത് എന്ന് വിചാരിച്ചോ. അപ്പോൾ എ ഓടി ഇവിടെ എത്തിയപ്പം ബി എവിടെ എത്തിയിട്ടുള്ളൂ, ബി ദേ ഇവിടെ എത്തിയിട്ടുള്ളൂ. അതായത് 12 മീറ്റർ പുറകിലാണ് ബി. ഇനി അടുത്തതിലോ, ആൻഡ് 18 meters ahead of സി. അതായത് എ ഓടി ഇവിടെ എത്തിയ സമയത്ത് സി എവിടെയാണ്, സി 18 മീറ്റർ പുറകില്ല, സി ഇവിടെ എത്തിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആരായിരിക്കും എ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് ആരായിരിക്കും ഫിനിഷ് ചെയ്യാൻ പോണേ, അത് ബി ആയിരിക്കും അല്ലേ. ബി ആണ് ഫിനിഷിംഗ് പോയിന്റിന് അടുത്ത് നിൽക്കുന്നത്, ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് എന്താ പറയണേ നോക്കണം. ഹെഡ് ഓഫ് റണ്ണർ സി വൽ റണ്ണർ ബി ഫിനിഷസ്. അടുത്തത് ബി ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ബി ഓടി എന്ത് ചെയ്തു, ബി ഓടി ഈ അറ്റത്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയ സമയത്ത് സി എവിടെയാണ്, 8 മീറ്റർ പുറകിലാണ്. അപ്പോൾ ഇവരുടെ ഗ്യാപ്പ് 8 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈച്ച് റണ്ണർ ട്രാവൽസ് എൻ്റർ ഡിസ്റ്റൻസ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്, ദ ലെങ്ത് ഓഫ് ദ റേസ്. ഈ റേസ് എത്ര മീറ്ററിൻ്റെ റേസ് ആണ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് എനിക്കറിയില്ല, ഞാൻ എക്സ് മീറ്റർ ആക്കി എടുക്കുന്നു. ലെങ്ത് എക്സ് മീറ്റർ ആണ് ടോട്ടൽ എന്ന് എടുക്കുന്നു. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടീഷൻ എടുക്കുക. ബിയുടെയും സിയിലേക്കും മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ബി എക്സ് മീറ്റർ, ടോട്ടൽ ലെങ്ത് എക്സ് മീറ്റർ ആണ്. ബി ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തപ്പോൾ, അതായത് ബി എക്സ് മീറ്റർ ട്രാവൽ ചെയ്തപ്പം സി എവിടെയായിരുന്നടാ, സി 8 മീറ്റർ പുറകിലായിരുന്നു അല്ലേ. അല്ലേ, ബി ഇവിടെ എത്തിയപ്പം, ബി ഫിനിഷ് ചെയ്തപ്പം സി 8 മീറ്റർ പുറകിലാണ്. അപ്പോൾ സി എത്ര ദൂരം സഞ്ചരിച്ചു, എക്സിന്ന് 8 മീറ്റർ കുറവാണ്. ഇനി ഒരു 8 മീറ്ററും കൂടി സഞ്ചരിച്ചാലാണ് അവർ ഫിനിഷ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ബി എക്സ് സഞ്ചരിച്ചപ്പോൾ സി X-8 സഞ്ചരിച്ചു. അടുത്ത കേസിൽ, ഈ കേസിലോ നോക്കിക്കേ, ബി എ ഇവിടെ ടോട്ടൽ ഫിനിഷ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ബി എവിടെയാണെന്ന് പറഞ്ഞേ, 12 മീറ്റർ പുറകിൽ. അതായത് ബി X-12 സഞ്ചരിച്ചപ്പം സി എവിടെയായിരുന്നു, സി എക്സിൽ നിന്ന് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് 18 പുറകിലാണ്. സി X-18 സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പോൾ ബി ബൈ സിയുടെ റേഷ്യോ ഞാൻ എടുത്തു. ആദ്യത്തെ കേസിൽ ബി ഫിനിഷ് ചെയ്ത എക്സ് മീറ്ററും ടോട്ടൽ സഞ്ചരിച്ചപ്പം സി എവിടെയായിരുന്നു, 8 മീറ്റർ പുറകിൽ. അപ്പോൾ X-8. ഇനി നമ്മുടെ ഈ കണ്ടീഷനിൽ എന്താ, ഈ കണ്ടീഷനിൽ എ ആണ് ഫിനിഷ് ചെയ്തത്, അപ്പോൾ ബി 12 പുറകിലാണ്. അതായത് ബി ടോട്ടലിൽ നിന്നും 12 പുറകിൽ എന്ന് പറയുമ്പം ബി X-12 സഞ്ചരിച്ചപ്പം സി എവിടെയാ, 18 പുറകിൽ, X-18. അപ്പോൾ ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്, വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് 36 ഇട്ട് കൊടുത്തെന്ന് വിചാരിക്കുക. 36 ഡിവൈഡഡ് ബൈ 28 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 36 12 പോയാൽ 24 18 അല്ലേ. 4 വെച്ച് ക്യാൻസൽ ചെയ്യും, 9 ഡിവൈഡഡ് ബൈ 7, 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം 4 3 വരുന്നില്ല അല്ലേ. 9/7 4/3 ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി 36 അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വാല്യൂ നമുക്ക് 48 ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ 48 ഡിവൈഡഡ് ബൈ അടിയിൽ 40 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 48 12 കുറച്ചാൽ എത്രയാ, 48 36 അല്ലേ. 48 12 36 ഡിവൈഡഡ് ബൈ താഴത്ത് 48 - 18 30 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 8 വെച്ച് ക്യാൻസലാക്ക്, 6 5 എന്ന് വന്നു. ഇപ്പുറത്തോ 6 വെച്ച് ക്യാൻസലാക്ക്, 6 5. അപ്പോൾ ശരിയായി, 6/5 6/5 LHS RHS ഈക്വലായി. അതായത് തന്നെ ടോട്ടൽ ലെങ്ത് 48 മീറ്റർ ആണ്. ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വലുതായിട്ട് തോന്നുമെങ്കിലും സിമ്പിളായിട്ട് ഞാൻ ചെയ്തു തരണം, ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ആദ്യം. എൻ്റെ കയ്യിൽ 3 വെസലുണ്ട്, 3 പാത്രമുണ്ട്. 3 പാത്രത്തിലും കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എന്ത് വസ്തുവാണോ അതിൻ്റെ കപ്പാസിറ്റി തുല്യമല്ല. നമ്മുടെ വീട്ടിലൊക്കെ ഒരേ സൈസിലുള്ള പാത്രം ഉണ്ടാവും. പക്ഷേ ഇവരുടെ കയ്യിലുള്ള പാത്രം എന്താ, ഒന്നിൽ 3 യൂണിറ്റ് കൊള്ളുവാണെങ്കിൽ അടുത്തതിൽ 2 യൂണിറ്റ് കൊള്ളുള്ളൂ, മൂന്നാമത്തേൽ 4 യൂണിറ്റ് കൊള്ളുള്ളൂ. ഇനി ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, മിൽക്കും വാട്ടറും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാൻ പോവാം. അപ്പോൾ അവർ പറയുന്നത് ഒന്നാമത്തെ പാത്രത്തിലുള്ളതിൻ്റെ മിൽക്ക് വാട്ടറിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്, രണ്ടാമത്തേൻ്റെയും മൂന്നാമത്തേൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് 66.66%
മിക്സ്ചർ എടുത്തു, രണ്ടാമത്തേന്ന് 50% മിക്സ്ചർ എടുത്തു, മൂന്നാമത്തേന്ന് 37.5% മിക്സ്ചർ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിനാണെങ്കിൽ ആ നാലാമത്തെ പാത്രത്തിലെ മിൽക്ക് ഈസ്റ്റ് വാട്ടറിൻ്റെ മറ്റേ റേഷ്യോ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 1, 2, 3 പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ കപ്പാസിറ്റി 3:2:4 ആണല്ലോ. ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് അതിനെ 300, 200, 400 എന്ന് എടുക്കുന്നു. 300, 200, 400 എന്ന് അവരുടെ കപ്പാസിറ്റി എടുത്തു. ഇതാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്, ഇതാണ് തേർഡ് പാത്രം. ഇനി അതിലുള്ള മിൽക്ക് ഈസ്റ്റ് വാട്ടറിൻ്റെ റേഷ്യോയാണ് 3:5. അടുത്ത ആളുടെയോ 4:1 ആണ്. മൂന്നാമത്തെ ആളുടെ മിൽക്ക് ഈസ്റ്റ് വാട്ടറിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് 66.66% എന്ന് പറഞ്ഞാൽ എന്താ, അത് 2/3 ആണല്ലേ. 2/3 എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇതിൽ 300 ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. 300ൻ്റെ 2/3 ആണ് ഞാൻ പുതിയ മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അതായത് 100 × 2 200 ലിറ്റർ ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ടാവും അല്ലേ. 300-ന്ന് ആദ്യത്തെ പാത്രത്തിൽ നിന്ന് 200 എടുക്കുന്നുണ്ടാവും. ആ 200-ൽ എത്ര മിൽക്ക് ഉണ്ടാവും? ആ 200-ൽ എത്ര മിൽക്ക് ഉണ്ടാവും എങ്ങനെ കണ്ടുപിടിക്കണം? 200 മിക്സ്ചറാണ് എടുക്കുന്നത്, ആ മിക്സ്ചറിൽ മിൽക്കും വാട്ടറും ഉണ്ട് അല്ലേ. അപ്പോൾ 200 × മിൽക്ക് ഈസ്റ്റ് വാട്ടറിൻ്റെ റേഷ്യോ മിൽക്ക് 3 ആണ്. ഔട്ട് ഓഫ് എത്രയിൽ? 5 3 8 യൂണിറ്റിൽ. അതായത് ഇത് 4 വെച്ച് ക്യാൻസൽ ചെയ്യുക. 50/2 അതായത് 25 × 3 75 ലിറ്റർ എന്ന് കിട്ടി. അപ്പോൾ 200 ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് 200 ലിറ്റർ ഞാൻ പുറത്തേക്ക് എടുക്കുമ്പം അതിൽ 75 ലിറ്റർ മിൽക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത പാത്രത്തേക്ക് വാ, 200 ലിറ്ററാണ് ടോട്ടൽ. 200-ൽ നിന്ന് ഞാൻ എത്ര എടുക്കുന്നു എന്ന് പറഞ്ഞാൽ 50% എന്ന് പറയുമ്പം 1/2 എടുക്കുന്നുണ്ട്. അതിൽ എത്ര മിൽക്ക് ഉണ്ടാവും? മിൽക്ക് 4 യൂണിറ്റ് ആണ്. ഔട്ട് ഓഫ് എത്രയിൽ? 5 യൂണിറ്റ്. 4 1 5 യൂണിറ്റിൽ. അപ്പോൾ ഇത് 100 എന്ന് വെച്ച് ക്യാൻസലായി. 5 ഇത് 20 എന്ന് ക്യാൻസലായി. 20 4 20 × 4 80 ലിറ്റർ മിൽക്ക് ഇതിലുണ്ടാവും. അടുത്ത പാത്രത്തിൽ 400 ലിറ്ററാണ് ടോട്ടൽ കപ്പാസിറ്റി. ആ 400-ൽ നിന്ന് ഞാൻ എത്ര എടുക്കുന്നു? 37.5% എന്ന് പറഞ്ഞാൽ എന്താ? 3/8 ആണ് അല്ലേ. 1/8 ഞാൻ പറഞ്ഞിരുന്നു പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ പഠിക്കണമെന്ന്. 1/8 12.5% ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 3 ചെയ്താൽ മതി അല്ലേ. അപ്പം 400 × 3/8 എടുക്കുന്നുണ്ടാവും. അതിൽ എത്ര മിൽക്ക് ഉണ്ടാവും? 1/4. ടോട്ടൽ 3 + 1 4. അതാണെങ്കിൽ ഇത് 100 വെച്ച് ക്യാൻസലായി. പോയിന്റ് വരും. 4 വെച്ച് ക്യാൻസലാക്കുമ്പം 25 2 എന്ന് വന്നു. 75/3 എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് വന്നു? 37.5 എന്ന് എനിക്ക് കിട്ടി. അപ്പം മിൽക്കിൻ്റെ കിട്ടി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ പുതിയ മിക്സ്ചറിൽ ഒന്നാമത്തെ പാത്രത്തിൽ നിന്ന് 75 മിൽക്ക് വരും, 80 മിൽക്ക് വരും, ഇതിൽ 37.5 മിൽക്ക് വരും അല്ലേ. അപ്പോൾ പുതിയ മിൽക്ക് ഈസ്റ്റ് വാട്ടറിൻ്റെ റേഷ്യോ എത്രയാണെന്ന് വരും? മൂന്നാമത്തെ പാത്രത്തിൽ ടോട്ടൽ മിൽക്കിൻ്റെ അളവ് എത്രയാണെന്ന് വരും? 75 + 80 + 37.5 എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണെന്ന് വരും? 192.5 എന്ന് വരും. അപ്പോൾ ഇത്രയും മിൽക്ക് ഇനി നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന നാലാമത്തെ പാത്രത്തിലുണ്ടാവും. ഇനി എത്ര വാട്ടർ ഉണ്ടാവും? വാട്ടർ കണ്ടുപിടിക്കാൻ എന്താ? ടോട്ടലിൽ നിന്ന് ഈ മിൽക്കിൻ്റെ അളവ് മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ എത്രയാ? ടോട്ടൽ ഒന്നാമത്തെ പാത്രത്തിൻ്റെ ടോട്ടൽ 200. ഇവിടെ എത്രയായിരുന്നു? 200ൻ്റെ പകുതി 100. ഇവിടെ എത്രയായിരുന്നു? 400ൻ്റെ 3/8. 400 × 3/8 അത് ചെയ്യുക. 50 150 അല്ലേ. 150. ഈ 150 ടോട്ടൽ സമയത്ത് എത്രയെന്ന് വരും? 200 300 450. 450 ആണ് എൻ്റെ നാലാമത്തെ മിക്സ്ചർ പാത്രത്തിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. ആ 450-ൽ ഇത്രയും 192.5 മിൽക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? വാട്ടറിൻ്റെ അളവ് അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. വാട്ടറിൻ്റെ അളവ് = 450 - 192.5 ചെയ്യുന്ന സമയത്ത് 257.5 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ മിൽക്കിൻ്റെ അളവും കിട്ടി, വാട്ടറിൻ്റെ അളവും കിട്ടി. ജസ്റ്റ് അതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. റേഷ്യോ 192.5 = 257.5 എന്ന് പറയുമ്പം ക്യാൻസലായി പോവും. ക്യാൻസൽ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. 77:103 ഓപ്ഷൻ എ വരും. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ്, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. പഠിച്ചൊരു ഐഡൻറ്റിറ്റിയുടെ ഫോർമാറ്റിൽ കിടക്കുന്നുണ്ട്. ഏതാത്? a³ b³. അടിയിലോ? a² + b² - ab. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അടിയിൽ ഡെസിമൽ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡെസിമൽ എങ്ങനെയാണ് കിടക്കണേ നോക്ക്. അടിയിൽ 3 ടേംസ് ഉണ്ട്. ഓരോ ടേംസ് ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഈ 2 പോയിന്റ് മാറ്റി എടുക്കുവാണെങ്കിൽ താഴത്തൊരു 100 വരും. ഇതിൽ നിന്ന് 2 പോയിന്റ് മാറ്റുവാണെങ്കിൽ അടിയിലൊരു 100 വരും. ഇതിൽ മാറ്റുവാണെങ്കിൽ അവിടെ ഒരു അടിയിലൊരു 100 വരും. അതായത് കോമൺ ആയിട്ട് വേണമെങ്കിൽ എനിക്ക് എല്ലാ ടേംസിലും ആ ഒരു 100 കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ കോമൺ ആയിട്ട് ഒരു 100 ഇട്ട് കൊടുക്കാം. ഇത് മുകളിലേക്ക് പോകുമ്പോൾ × 100 എന്നാവും. അപ്പോൾ എനിക്ക് എന്ത് ആൻസർ കിട്ടിയാലും ഞാൻ × 100 അവിടെ ചെയ്യേണ്ടി വരും അല്ലേ. ഓക്കെ, ഇനി അത് ഞാൻ അവിടെ മനസ്സിലാക്കി അവിടെ എടുത്തു വെച്ചു. ഇനി ഇത് എന്തിൻ്റെ ഫോർമുലയാണ്? a³ + b³ / a² + b² - ab. ഇത് നമ്മുടെ ഏതിൻ്റെ ഫോർമുല? അത് a + bയുടെ ഫോർമുല.
അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല. അപ്പോൾ ഇതിൽ കണ്ടോ, എ ക്യൂബ് ബി ക്യൂബിനെ അവിടെ നിർത്തിയിട്ട് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് എത്രയായിരിക്കും? എ പ്ലസ് ബിയോട് ഈക്വൽ ആയിരിക്കും. 775 പ്ലസ് 225. ഈ എന്ത് ആൻസർ കിട്ടിയാലും ഒരു 100 മൾട്ടിപ്ലൈ ആണ്, കാരണം അടിയിൽ ഡെസിമൽ കിടക്കണ്ടായിരുന്നു, അതിനെ ഞാൻ മാറ്റി അല്ലേ, ഇൻറ്റു 100. ഇതെല്ലാം കൂടി ചെയ്യുമ്പം 1000 വരും. 1000ൻ്റെ 2 പൂജ്യം ഇട്ട് കൊടുക്കുമ്പോൾ 5 പൂജ്യമുള്ള ആൻസർ ആയിരിക്കും എൻ്റെ ആൻസർ. ഏതാണത്? ഓപ്ഷൻ സി ആയിരിക്കും എൻ്റെ ആൻസർ. അടുത്ത് നോക്കട്ടെ, 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ GP ജോമെട്രിക് പ്രോഗ്രഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം A = 5 ആണ്, കോമൺ റേഷ്യോ R = 2 ആണ്. ലാസ്റ്റ് ടേം കണ്ടുപിടിക്കണം. സം ടേംസ്, അതായത് എത്ര ടേം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഏതോ ഒരു ടേം, ഒരു nth ടേം വരെയുള്ളതിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്, 315 ആണെന്ന്. അപ്പോൾ ഇവിടെ ഇത്രയും ഡാറ്റ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ കോമൺ റേഷ്യോ 2 ആണ്, അതായത് 1-നേക്കാൾ വലുതാണ്. അങ്ങനെയാണെങ്കിൽ സമ്മിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സമ്മിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? A × r⁻n−1 ഡിവൈഡഡ് ബൈ r−1. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇത് കണ്ടുപിടിക്കുന്നത് കോമൺ റേഷ്യോ വലുതാണോ, 1-നേക്കാൾ വലുതാണോ ചെറുതാണോ എന്നനുസരിച്ചിട്ടാണ് സമ്മിൻ്റെ നമ്മൾ ഇക്വേഷൻ തീരുമാനിക്കുക. ഇപ്പം കോമൺ റേഷ്യോയുടെ വാല്യൂ 1-നേക്കാൾ ചെറിയ വാല്യൂ 0.5 അങ്ങനെ എന്തെങ്കിലും ചെറിയ വാല്യൂ ആണെങ്കിൽ നമ്മൾ സമ്മിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറ്റും? A × ഈ 1 ആദ്യം വരും, A × 1-r⁻n/1 - r എന്നാവും. കാരണം വലുതിന്നാണല്ലോ ചെറുത് ഓർക്കണ്ടേ, സമ്മല്ലേ. സമ്മ് എപ്പോഴേലും സമ്മ് നെഗറ്റീവാ, ഈ കേസിൽ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 1 നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആണല്ലോ നമുക്ക് തന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ സമ്മ് എത്രയാണെന്നിരിക്കണേ? 315 എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 5 ആണ്, കോമൺ റേഷ്യോ 2 ആണ്, n ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം, ഡിവൈഡഡ് ബൈ എന്താ 2 - 1 എന്ന് പറയുമ്പോൾ 1 തന്നെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 വെച്ച് ക്യാൻസൽ ആക്കുമ്പം 63 എന്ന് വന്നു. 2n വാല്യൂ 63 പ്ലസ് 1, ഈ 1 അങ്ങോട്ട് പോയി 64. 2ൻ്റെ ഏത് പവറിലാണ് 64 വരുന്നത്? അപ്പോൾ 2ൻ്റെ ഒരു 10ാമത്തെ പവർ വരെയെങ്കിലും പോട്ടെ, ഒരു 8ാമത്തെ പവർ വരെയെങ്കിലും പഠിച്ചു വെക്കണം. 2ൻ്റെ 6th പവറാണ് 2�6 ആണ് നമ്മുടെ 64. അപ്പോൾ n-ൻ്റെ വാല്യൂ കിട്ടി. 6 ടേംസിൻ്റെ സമ്മാണ് ഈ തന്നേക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6th ടേം, ഫൈൻഡ് ദ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പം ഏതാണ്? 6 ടേംസിൻ്റെ സമ്മ് എന്ന 6ാമത്തെ ടേം ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഒരു ജോമെട്രി പ്രോഗ്രഷൻ്റെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ar⁻n−1 ആണ്. ഇത് സമ്മ് കണ്ടുപിടിക്കാൻ ഇത് nth ടേം. നമ്മൾ AP-ലാകുമ്പോൾ nth ടേം എങ്ങനെ കണ്ടുപിടിക്കും? A + n−1 d. അതേപോലെ ഇവിടെ ar⁻n−1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A 5 ആണ്, കോമൺ റേഷ്യോ 2 ആണ്, n−1 എന്ന് പറയുമ്പം 6 - 1 5. ഓക്കെ ആണല്ലോ. അപ്പോൾ 2⁵ 32 ആണ്, 32 × 5 ആയിരിക്കും എൻ്റെ ആൻസർ. 10 5 15 1 16 160 ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 sin θ - 4 cos θ 0 ആണ്. എന്നിട്ടൊരു സംഭവം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിൽ ചെയ്യാം നമുക്ക്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്നതിൽ നിന്ന് 5 sin θ വിച്ച് ഇസ് ഈക്വൽ ടു 4 cos θ എന്നാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോസിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ sin/cos എന്നാവും. അതായത് tan θയുടെ വാല്യൂ എനിക്ക് കിട്ടും. tan θ 4/5 എന്ന് കിട്ടി. ഞാൻ എന്ത് ചെയ്തു? കോസിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതവിടെ എഴുതി വെച്ചു. അടുത്തത് കണ്ടുപിടിക്കാനുള്ള സാധനം അവിടെ ഉണ്ടല്ലോ, 5 sin θ - 2 cos θ. അപ്പോൾ ഞാൻ ടാനിൻ്റെ ടേംസിലാക്കാൻ വേണ്ടി എല്ലാത്തിനെയും ഒരു കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്തെന്ന് വരും? 5 sin θ ഡിവൈഡഡ് ബൈ cos θ മൈനസ് 2 cos θ ഡിവൈഡഡ് ബൈ cos θ. എല്ലാ ടേംസിലും കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടിയിൽ എന്തെന്ന് വരും? 5 sin θ ഡിവൈഡഡ് ബൈ cos θ പ്ലസ് 3 cos θ ഡിവൈഡഡ് ബൈ cos θ. അപ്പം എന്തെന്ന് വന്നു? 5 sin θ ബൈ cos θ tan θ എന്നായി അല്ലേ, -2. അടിയിൽ എന്ത് വന്നു? 5 അഗെയിൻ tan θ എന്ന് വന്നു, പ്ലസ് 3 വന്നു. sin θ ഒക്കെ അല്ല, ശരി, cos θ ക്യാൻസൽ ആയി പോയി. അപ്പോൾ tan θയുടെ വാല്യൂ എനിക്ക് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. 5 × 4/5 -2. അടിയിൽ എന്തെന്ന് വന്നു? 5 × 4/5 പ്ലസ് 3. ഇനി നിങ്ങൾ ചെയ്യും അല്ലേ. 5 പോയി, ഇവിടെയും 5 പോയി. 4 - 2 എന്ന് പറയുമ്പോൾ 2, ഇത് 2 ആണ്. അടിയിൽ 4 3 7. ആൻസർ എത്രയാ? 2/7. മാർക്ക് ചെയ്യുക, പോവുക. അടുത്ത ക്വസ്റ്റ്യൻ
അടുത്തത് ഒരു സംഭവം തന്നിട്ടുണ്ട്. അതിൽ ഹൗ മെനി പോസിറ്റീവ് ഫാക്ടേഴ്സ്, എത്ര ഫാക്ടർ ഉണ്ട്, അതും പോസിറ്റീവ് ഫാക്ടറുകൾ എത്രയുണ്ടെന്ന് ചോദിക്കണേ. ആ ഒരു നമ്പർ അത്ര ചെറിയ ചില്ലറക്കാരനല്ല, അതൊരു വലിയൊരു നമ്പറാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര ഈ ഫാക്ടർ ഉണ്ടെന്ന് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എന്നിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഇത് 11, 12, 13, 14 അടുത്തടുത്ത് എടുക്കുന്ന നമ്പറാണ്. അപ്പോൾ ആദ്യം അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, 4:11 കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് വരും. 1 × 4:11 1 അല്ല 4:11. അടുത്തത് എന്താ, ഇവിടെ 4:11 ബാക്കിയെടുത്താൽ ഇനി ഒരു 4:1 ആണ് ബാക്കിയുള്ളത്. അടുത്ത ടേമിൽ 4:11 പോയി, ഇനി ഒരു 4² ബാക്കിയുണ്ട് അല്ലേ. അടുത്ത ടേമിലോ 11 പോയി കഴിഞ്ഞാൽ 4³ ബാക്കിയുണ്ട്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 4:11 ഇൻറ്റു എന്തെന്ന് വരും, 1 4, 4ൻ്റെ സ്ക്വയർ 16, ഇത് 64. എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര എന്ന് വരും, 4:11 64 16 80 85 85. അതായത് ഇനി നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 4ന് എനിക്ക് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാലോ, എഴുതാം. പിന്നെ പവറിൽ ഒരു 11 എടുക്കുന്നുണ്ട്. ഇൻറ്റു 85ന് എങ്ങനെ എഴുതാം, 5 × 17. 17 പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ 2 the whole square 2² the whole raised to 11 എന്ന് പറയുമ്പോൾ എന്തെന്നാവും, 2:22 എന്നാവും. ഇൻറ്റു 5 × 17. ഇപ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഞാൻ എഴുതി. ഇനി നിങ്ങളോട് എത്ര ഫാക്ടർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ പവറിൽ കിടക്കുന്ന നമ്പേഴ്സിനൊക്കെ 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 22 കിടക്കുന്നത്, അപ്പോൾ 1 കൂട്ടുമ്പോൾ 23. ഇവിടെ 1 കിടക്കുന്നത് 5ൻ്റെ പവർ, അപ്പോൾ 1നോട് 1 കൂട്ടുമ്പോൾ 2. അടുത്തത് 17ൻ്റെ പവർ 1, 1നോട് 1 കൂട്ടുമ്പോൾ 2. 46 × 2 92 ആയിരിക്കും എൻ്റെ ആൻസർ. അപ്പോൾ 92 ഫാക്ടർ ഈ പറയുന്ന നമ്പറിന് ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കാൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് 10 ദിവസമുണ്ട്, 10 കള്ളന്മാരുണ്ട്. അവർ എക്സ് നമ്പർ കോയിന് കട്ടെടുത്തിട്ട് എസ്കേപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് 2 പേര് എന്ത് ചെയ്തു, കള്ളന്മാർ, അത് ബുദ്ധിയുള്ള 2 കള്ളന്മാർ എഴുന്നേറ്റിട്ട് പറഞ്ഞു നമുക്ക് 2 പേർക്കും വീതിച്ചെടുക്കാറുണ്ട്. 2 പേര് ഇരുന്ന് വീതിക്കാൻ തുടങ്ങി. അങ്ങനെ വീതിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കോയിൻ അവിടെ എക്സ്ട്രാ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരാളും കൂടി എണീറ്റു. അപ്പോൾ അവർ 3 പേര് കള്ളന്മാർ എണീറ്റിരിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഉറങ്ങുക. അപ്പോൾ 3 പേര് തമ്മിൽ വീതിച്ചപ്പോൾ 2 ബാക്കി വന്നു. അങ്ങനെ 4ാമത്തെ ആൾ എണീറ്റു. അപ്പോൾ 4 പേരും വീതിച്ചപ്പോൾ 3 ബാക്കിയായി. അങ്ങനെ ഓരോരുത്തരും എണീറ്റു, വീതിച്ചപ്പോൾ ഇങ്ങനെ ഓരോന്നും ബാക്കിയായി വന്നു. ലാസ്റ്റ് 10ാമത്തെ ആളും എണീറ്റു, എല്ലാവരും എണീറ്റു. എന്നിട്ട് വീതിച്ചപ്പോൾ 9 കോയിൻ ബാക്കിയായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് എത്ര കോയിനാണ് അവർ കട്ടെടുത്തതെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ് എനിക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം, എക്സിനെ ആദ്യം 2 ഡിവൈഡ് ചെയ്തപ്പോൾ 2 പേര് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പം 1 ബാക്കിയായി എന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾ ഏതോ ഒരു മൾട്ടിപ്പിളിനോട് കൂടെ 1 കൂട്ടണം അല്ലേ. 2 ഡിവൈഡ് ചെയ്തപ്പോൾ കറക്റ്റായി ഡിവൈഡ് ആയി പോയില്ല, ഒരെണ്ണം ബാക്കിയായി. ഇനി 3 പേര് ഡിവൈഡ് ചെയ്തപ്പോഴോ, 3 പേര് ഡിവൈഡ് ചെയ്തപ്പം അപ്പോൾ 2 ബാക്കിയായി. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല, ഒരു 2 കൂടി കൂടുതൽ എക്സ്ട്രാ വരുന്നുണ്ട്. നെക്സ്റ്റ് 4 പേര് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോഴോ, 4 പേര് ഡിവൈഡ് ചെയ്തപ്പം 3 ബാക്കിയായി. അങ്ങനെ അവർ എത്ര പേരെ ഡിവൈഡ് ചെയ്തു, അങ്ങനെ 10 പേര് ഡിവൈഡ് ചെയ്തപ്പം അപ്പോൾ ABC അങ്ങനെ DEFGH അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ എക്സ് 10 പേര് ഡിവൈഡ് ചെയ്തപ്പം എത്ര ബാക്കിയായി, 9 ബാക്കിയായി. 9 പേര് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര എണ്ണം ബാക്കിയായിട്ടുണ്ടാവും, 8 ബാക്കിയായിട്ടുണ്ട് അല്ല. 1 കുറവാണ്, 2 ആയപ്പോൾ 1, 3 ആയപ്പോൾ 2, 4 ആയപ്പോൾ 3. അപ്പോൾ 9 ആകുമ്പോൾ 8, 10 ആകുമ്പോൾ 9. ഇതെല്ലാം എന്തിൻ്റെ വാല്യൂ തന്നെയാണ്, ഇതെല്ലാം എക്സിൻ്റെ വാല്യൂ തന്നെയാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഞാൻ ഇത്രയേ ചെയ്യുള്ളൂ. എൻ്റെ ആൻസറിൽ നിന്ന് 8 കുറച്ചാൽ, ഈ കിടക്കുന്ന 8 കുറച്ചാൽ ബാക്കി കിട്ടേണ്ടത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ ആൻസറിൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 10ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. അപ്പോൾ 10ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് 9 കുറച്ചാൽ 10ൻ്റെ മൾട്ടിപ്പിൾ, അതായത് 0 അവസാനിക്കണം. അങ്ങനത്തെ വാല്യൂ നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് 10 കുറച്ചാൽ ഒരിക്കലും അല്ല, 9 കുറച്ചാൽ ഒരിക്കലും 10ൻ്റെ മൾട്ടിപ്പിൾ ആവില്ല, ഇതിൻ്റെയും ആവില്ല. ആകെ ഓപ്ഷൻ എയും ബിയും ഉള്ളൂ. അതിൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 20, ഇവിടെ 19 9 പോയാൽ 10, അപ്പോൾ രണ്ടും 10ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി ഇതിൽ നിന്ന് 2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 8 കുറച്ച് കഴിഞ്ഞാൽ 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുക്കുന്നു, 2529 നിന്ന് 8 കുറയ്ക്കുമ്പോൾ 2521 എന്ന് വരും. ഇനി ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. അപ്പോൾ ഡിജിറ്റൽ സമ്മ് നോക്കുക, 5 2 7, 5 2 7 2 9 1 10 അല്ല, ഇതെല്ലാന്ന് മനസ്സിലായി. അടുത്തത് 2519, അതിൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 11 എന്ന് വരും. ഇത് മൾട്ടിപ്പിൾ ആണോ, 5 2 7 2 9 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഏതാ ആൻസർ, 2519 ആയിരിക്കും എൻ്റെ എക്സിൻ്റെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്, ആംഗിൾ CFH.
ആംഗിൾ CFH. ഏത് ആംഗിൾ? CFH എന്ന് പറയുമ്പോൾ ഈ കിടക്കുന്ന ഈ കുഞ്ഞ് ആംഗിളാണ് ചോദിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കുക. 3 സ്റ്റെപ്പിൽ നമ്മുടെ ആൻസർ കിട്ടും. അടിയിലെ ട്രയാങ്കിളിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടിയിൽ CAB എന്ന് പറയുന്നൊരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഇത് 50 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 180യിൽ നിന്ന് ഇത് കുറച്ചാൽ മതി അല്ലേ? ഇതിൻ്റെ സമം കുറയ്ക്കുമ്പോൾ ഇത് 90 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇത് 90 ആണെന്നുണ്ടെങ്കിൽ AF എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാകുന്ന ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പണ്ടേ പഠിച്ചതാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ DB എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ഇതും 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററിലേക്ക് വാ. ഏത്? EDCF. EDCFൻ്റെ 3 ആംഗിൾ എനിക്ക് കിട്ടി. 110, 60, 90. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 360 നിന്ന് മൈനസ് ചെയ്യും. 360 മൈനസ് ആ 3 ആംഗിളും കൂടി കൂട്ട്. 110 + 60 + 90 എല്ലാം കൂടി കൂട്ടുമ്പോൾ 260 എന്ന് കിട്ടും. 360 നിന്ന് 260 പോയി കഴിഞ്ഞാൽ 100 എന്ന് എനിക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ ആംഗിൾ 100. ഓക്കെ. അങ്ങനെയാണെങ്കിൽ EG എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈനിൽ ഇപ്പുറത്തുണ്ടായ ആംഗിൾ 70, ഇവിടെ 100. അങ്ങനെയാണെങ്കിൽ ആ നടുക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 100 + 70. കണ്ടോ? ആൻസറായി. എത്ര അത്? 10 ഡിഗ്രി. 10 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ A ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഗൈൻ ഒരു ഫിഗർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ABC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. Bയിലാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. D എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്. ഒരു BD എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു പോയിന്റ്, അതായത് ഒരു CVN ആണ് BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. DCയുടെ വാല്യൂ വന്നിട്ടുണ്ട് 11. ഇതിൻ്റെ വാല്യൂ 11. ADയുടെ വാല്യൂ 31. BDയുടെ വാല്യൂ 17. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഞാൻ ആദ്യം ഒരു മിഡ് പോയിന്റ്, നമ്മുടെ മീഡിയൻ വരയ്ക്കുവാണ്. Bന്ന് ഒരു മീഡിയൻ വരയ്ക്കുവാണ്. ഇങ്ങനെ ഒരു മീഡിയൻ ഞാൻ വരച്ചു. മീഡിയന് ഞാൻ F എന്ന് പേര് കൊടുത്തു. ഓക്കെ. അത് മീഡിയനാണ്, മിഡ് പോയിന്റ് ആണ്. കാണുന്നില്ല അല്ലേ? ഓക്കെ. ഇത് മിഡ് പോയിന്റ് ആണ്. F എന്ന് പറയുന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ACയുടെ ലെങ്ത് എത്രയാണ്? 31ഉം 11ഉം കൂടി കൂട്ടുമ്പോൾ 42 ആണ് ടോട്ടൽ ലെങ്ത്. അതിൽ F മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ 21 ആയിരിക്കും. ഇവിടെ നിന്ന് ഇവിടം വരെയും 21 ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ FD എന്ന് പറയുന്ന ഈ പോർഷൻ എത്രയായിരിക്കും? ഇത് മൊത്തം 31 അല്ലേ? AD 31. ഇവിടെ നിന്ന് ഇവിടം വരെ 21 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 31 നിന്ന് 21 മൈനസ് ചെയ്യുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ കിടക്കുന്ന FD എന്ന് പറയുന്നത്. ഓക്കെ. BD എന്താ സാധനം? സോറി, ഇത് കിട്ടി. BDയുടെ ലെങ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടില്ലേ? BD 17 എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ 17 എന്ന് തന്നിട്ടുണ്ട്. BDയുടെ വാല്യൂ. BF എന്താ? നമ്മുടെ മീഡിയൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു കാര്യം, നിങ്ങൾ അറിയണം. എന്താണത്? നമ്മുടെ ഇങ്ങനെയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഞാനിത് ഇങ്ങനെ ഒരു മീഡിയം വരയ്ക്കുവാണെങ്കിൽ ഈ ലെങ്ത്തും വരച്ച മീഡിയൻ്റെ ലെങ്ത്തും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ B ആണ് ഇവിടുത്തെ റൈറ്റ് ആംഗിൾ. ഇതിനെ തലതിരിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്തും ഈ ലെങ്ത്തും തുല്യമായിരിക്കണം. ഇത് 21, ഇത് 21. അപ്പോൾ ഇതും എത്രയാ? 21 തന്നെ ആയിരിക്കണം BFൻ്റെ വാല്യൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ഞാൻ കണ്ടുപിടിക്കുകയാണ്. ട്രയാങ്കിൾ BFD. BFDയിൽ ഈ വശം 21 ആണെന്ന് കിട്ടി, മറ്റേ വശം 10 ആണെന്ന് കിട്ടി, ഇപ്പുറത്തെ വശം 17 ആണെന്ന് അറിയാം. നമ്മളുടെ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യും. സെമി പെരിമീറ്റർ എത്രയാണെന്ന് വരും? 3 കൂടി കൂട്ടിയിട്ട് /2 ചെയ്യുമ്പം 48/2 24 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ BFDയുടെ ഏരിയ റൂട്ട് ഓഫ് S × S - A × S - B × S - C. റൂട്ട് ഓഫ് 24 × 24 നിന്ന് ഓരോന്ന് മൈനസ് ചെയ്ത് എഴുതുക. 24 നിന്ന് 21 പോയി കഴിഞ്ഞാൽ 3, 24 നിന്ന് 17 പോയി കഴിഞ്ഞാൽ 7, 24 നിന്ന് 10 പോയി കഴിഞ്ഞാൽ 14. ഇനി പെയർ ഉണ്ടാക്കുക. 14നെ 2 × 7 എന്ന് എഴുതാം. 24നെ 3 × 8 എന്ന് എഴുതാം അല്ലേ? 3 രണ്ടെണ്ണം ഉണ്ട്. സോ ഞാനതിനെ പുറത്തേക്ക് എടുത്തു. 3നെ പുറത്തേക്ക് എടുത്തു. നെക്സ്റ്റ് 2 7 കാണുന്നുണ്ട്. 7നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഈ 2ഉം ഈ 8ഉം കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ 16 ആയി. 16നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 4 എന്ന് വന്നു. അതായത് 21 × 4 84 cm² ആയിരിക്കും ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, BFDയുടെ ഏരിയ. ഓക്കെ. ഇനി ഞാൻ എന്തിനാണ് ആ മീഡിയം വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് കിട്ടേണ്ടത്. അത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കറിയാം BFC എന്ന് പറയുന്ന ട്രയാങ്കിൾ, BFC എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിൾ BFCയിൽ BD ആരാ? CVN ആണ്. അപ്പോൾ ഞാനൊരു CVN വരയ്ക്കുവാണെങ്കിൽ ആ CVN ഓപ്പോസിറ്റ് വശത്തിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയിൽ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടായ 2 ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത്. BD CVN ആയതുകൊണ്ട് തന്നെ
അത് മൂന്നാമത്തെ വശം എഫ് സിനെ ഡിവൈഡ് ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് എഫ് ഡി ഡിവൈഡഡ് ബൈ ഡി സി എന്ന് പറയുന്ന റേഷ്യോ. ഇതേ റേഷ്യോ തന്നെയായിരിക്കും ആ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി എഫ് ഡി ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ ആൻസർ കണ്ടുപിടിക്കും. അതിനാണ് ഞാൻ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഞാൻ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചത്. അപ്പോൾ നോക്കിക്കേ, എഫ് ഡി ഡിവൈഡഡ് ബൈ ഡി സി എന്ന് പറയുമ്പം എഫ് ഡിയുടെ വാല്യൂ എനിക്കറിയാം എത്രയാണ്, 10 സെൻറ്റിമീറ്റർ ആണ്. ഡി സിയുടെ വാല്യൂ എത്രയാണ്, 11 എനിക്കറിയാം. ഈക്വൽ ടു ബി എഫ് ഡിയുടെ വാല്യൂ ഞാനിപ്പോൾ കണ്ടുപിടിച്ചു 84. അടിയിൽ കിടക്കുന്ന ബി ഡി സിയുടെ വാല്യൂ ആണ് ക്വസ്റ്റിനിൽ അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അതിന് ഞാൻ എക്സ് ആക്കി എടുക്കുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 5 അല്ലെങ്കിൽ വേണ്ട, ക്യാൻസൽ ചെയ്തില്ലെങ്കിലും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണല്ലേ. ക്യാൻസൽ ചെയ്യണ്ട, 10 തന്നെ ഇട്ടോ. അപ്പോൾ എത്ര തോന്നുന്നു, 84 × 11/10. 84 × 11 4, 8 4 12, 8 1 9 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 92.4. ഓപ്ഷൻ 92.4, ഓപ്ഷൻ സി. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫിഗർ നല്ല രീതിയിൽ വരച്ചിട്ട് ഞാൻ പറഞ്ഞു നോക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടെ നിങ്ങൾ കേട്ട് നോക്കിയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് എടുക്കാം. അടുത്ത 10ാമത്തേത്, എൻ്റെ കയ്യിൽ ക്യൂബോയിഡ് ഷേപ്പിലുള്ള ഒരു ബോക്സ് ഉണ്ട്. ഏതാ ഈ ക്യൂബോയിഡ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ഇങ്ങനെ ഉള്ള ഒരു ബോക്സ്. ഓക്കെ, ഇതാണ് എൻ്റെ ക്യൂബോയിഡ് ഷേപ്പ്. ഇനി ഇതിൽ സ്മോളസ്റ്റ് സൈഡ് ഓഫ് ദ ബോക്സ്, ഇതിൽ ഏറ്റവും ചെറിയ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഓക്കെ, ലാർജസ്റ്റ് സൈഡ് 40. മൂന്നാമത്തെ വശം എനിക്ക് തന്നിട്ടില്ല, മൂന്നാമത്തെ വശം അറിയില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് മൂന്നാമത്തെ വശം എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ അതിൻ്റെ വോളിയം എത്ര വരെ ആവാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വോളിയം എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, വോളിയം, ക്യൂബോയിഡിൻ്റെ വോളിയം എന്താ, LBH. ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വോളിയം മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഞാൻ കണ്ടുപിടിക്കുക. രണ്ട് വശം 20 40 ആണെന്ന് എനിക്കറിയാം. മൂന്നാമത്തെ വശം ഏറ്റവും മിനിമം എടുക്കുവാണെങ്കിൽ എത്ര വരണം, ഇതിൽ സ്മോളസ്റ്റ് സൈഡാണ് 20. 20 താഴെ പോകാൻ പറ്റില്ല. ലാർജസ്റ്റ് ആണ് 40. 40ൻ്റെയും മുകളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കുറേ പോസിബിൾ വാല്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും മിനിമം വാല്യൂ എടുക്കുവാണെങ്കിൽ അത് 20 തന്നെയായിരിക്കും അല്ലേ. ഏറ്റവും മൂന്നാമത്തെ സൈഡിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമം വാല്യൂ എന്താ, അത് 20 തന്നെയാണ്. ഓക്കെ, വോളിയം ഏറ്റവും മാക്സിമം വാല്യൂ എന്താ വോളിയത്തിന് പോസിബിൾ ആയിട്ടുള്ളത്, രണ്ട് സൈഡ് 20 40 തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡ് ഏറ്റവും മാക്സിമം എവിടം വരെ പോവാം, 40 വരെ പോകാൻ പറ്റും. 40ൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല അല്ലേ. അതായത് 8 16 1600നും ഇവിടെയോ 16 × 2 3200നും ഇടയിൽ കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഇതാണ് ഏറ്റവും മിനിമവും മാക്സിമവും ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. ഏറ്റവും മിനിമം 1600, മാക്സിമം 3200. ഇതിനിടയിലുള്ള എല്ലാ വാല്യൂസും പോസിബിളാണ്. അതിനിടയിൽ കിടക്കുന്ന വാല്യൂ 36,000 അല്ല, 40,000 അല്ല, 12,000 അല്ല. ഏത് വാല്യൂ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ എ ആയിരിക്കും എൻ്റെ ആൻസർ. അടുത്തത് നോക്കിക്കേ, എ ബി 2 പോയിൻ്റാണ്. ആ പോയിന്റിൽ 3 പോയിന്റ്സ് ഉണ്ട്, CDE. അതിനെ ആ 3 പോയിന്റ്സ് എ ബിനെ 4 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ കോർഡിനേറ്റ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എ, ഇത് ബി, ഇവിടെ എവിടെയോ ആയിട്ട് സി, ഇവിടെ എവിടെയായിട്ട് ഡി, ഇവിടെ ആയിട്ട് ഇ. എയുടെ കോർഡിനേറ്റ് -7 3, ബിയുടെ കോർഡിനേറ്റോ 5 -9. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞത്, അതായത് എ സിയുടെ ലെങ്ത് തന്നെയാണ് CD തന്നെയാണ് ഡി തന്നെയാണ് EB. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പം AB എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈനിൻ്റെ മിഡ് പോയിന്റ് ഏതായിരിക്കും, അത് D ആയിരിക്കും അല്ലേ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് തന്നെയല്ലേ, ഇവിടെ നിന്ന് ഇവിടം വരെയും. അപ്പോൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്, എക്സ് കോർഡിനേറ്റ് കൂട്ടുക /2 ചെയ്യുക, y കോർഡിനേറ്റ് കൂട്ടുക /2 ചെയ്യുക. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് എത്രയെന്ന് കിട്ടും, ഇവിടുത്തെ എക്സ് -7 ആണ്, ഇവിടെ 5 ആണ്. -7ഉം 5ഉം കൂടി കൂട്ടുമ്പം -7 + 5 ഡിവൈഡഡ് ബൈ 2. y കോർഡിനേറ്റ് 3 + -9 ഡിവൈഡഡ് ബൈ 2. അതായത് ഡിയുടെ വാല്യൂ എത്രയെന്ന് വരും, -5 + -2/2 എന്ന് പറയുമ്പോൾ -1 എന്ന് വരും. ഇവിടെ -6/2 -3 എന്ന് വരും. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് -1 -3. അപ്പോൾ ഡിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CDEയുടെ വാല്യൂ ആണ്, ഇതാണ് ഡിയുടെ വാല്യൂ. അപ്പോൾ -1 -3 അല്ലാത്തതൊക്കെ കട്ട് ചെയ്യാം. -1 3 1 3. അപ്പോൾ എയിലോ ഡിയിലോ ആരോ ആണ്. ഇനി എനിക്ക് ആരെ കണ്ടുപിടിച്ച ആൻസർ കിട്ടും, ഈനെ കണ്ടുപിടിച്ച ആൻസർ കിട്ടും അല്ലേ. ഇപ്പുറത്തെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അത് രണ്ട് സെയിം, -4 0 തന്നെ. അപ്പോൾ ഈ കണ്ടുപിടിക്കാം നമുക്ക്. ഈ കണ്ടുപിടിക്കണമെങ്കിൽ ഡിയുടെ ഇപ്പോൾ കിട്ടിയ എനിക്ക് -1 -3 ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ DB എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് അല്ലേ ഇത്, DB എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് അല്ലേ ഈ കണ്ടുപിടിച്ചൂടെ. ഈസ് = എക്സ് കോർഡിനേറ്റ് കൂട്ട്, ഈ ഡിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്, -1 ആണ്, പ്ലസ് -1 ആണ്, ബിയുടെ 5 ആണ് ഡിവൈഡഡ് ബൈ 2. y കോർഡിനേറ്റ് കൂട്ട് -3 + ബിയുടെ -9/2.
അതായത് 5 - 1 4/2 2ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ എ ആയിരിക്കും എൻ്റെ ആൻസർ അല്ല. എന്തെന്ന് വരും? 2 എന്ന് വരും. നെക്സ്റ്റ് -12/2 എന്ന് പറയുമ്പോൾ -6 എന്ന് വരും. 2 - 6 ആയിരിക്കും ഈ കോർഡിനേറ്റ്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം നമുക്ക് 12. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒജീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒജീവ്സ്? അതായത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഒജീവ്സ് ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒജീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ തരുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എനിക്ക് ആവശ്യമുള്ള ഒരു വാല്യൂവിൽ നിന്ന് എത്ര കുറവ് എത്ര കൂടുതൽ അത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡൻസിൻ്റെ മാർക്ക്. അപ്പോൾ എക്സാം കഴിഞ്ഞ് മാർക്ക് വന്നപ്പം എനിക്ക് കണ്ടുപിടിക്കണം ഇന്ന മാർക്കിനേക്കാൾ മുകളിൽ എത്ര പേർക്ക് കിട്ടി, ഇന്ന മാർക്കിനേക്കാൾ താഴെ എത്ര പേർക്ക് കിട്ടി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഒജീവ്സ് ഇത് വരയ്ക്കും. 2 ഗ്രാഫ് ഉണ്ട്, ഇത് പോസിറ്റീവ് ഗ്രാഫ് നെഗറ്റീവ് ഗ്രാഫ് ഉണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വാല്യൂവിന് മുകളിൽ എത്ര പേർക്ക് കിട്ടി, മറ്റേത് ഇന്ന വാല്യൂവിന് താഴെ എത്ര വാല്യൂ കിട്ടി. ഒരു എസ് ഷേപ്ഡ് ആയിട്ടുള്ളൊരു കർവാണത്. ആൻഡ് ഓൾസോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? മീഡിയം കണ്ടുപിടിക്കാൻ പറ്റും. മീഡിയം കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് പെർസെൻറ്റേജിൽ ക്വാർട്ടയിലൊക്കെ ഉണ്ടല്ലോ, ഇത്ര പെർസെൻറ്റേജിൽ കിട്ടി. നമ്മൾ മോക്കൊക്കെ എടുക്കുമ്പം ഇത്ര പെർസെൻറ്റേജിൽ മാർക്ക് വന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ക്വാർട്ടയിൽ പെർസെൻറ്റേജിൽ ഡെസൈലൊക്കെ ഇല്ലേ. അപ്പം നമ്മൾ എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ എക്സ്ട്രാ ആഡ് ആയിട്ട് വന്ന ടോപ്പിക്, ഐ മീൻ സെലക്ഷൻ പോസ്റ്റിന് ആ സമയത്ത് ചോദിച്ചിരുന്നത് പെർസെൻറ്റേജിൽ ക്വാർട്ടയിലൊക്കെ. അപ്പം ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഗ്രാഫിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ആ ഗ്രാഫ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ 2 ഗ്രാഫുണ്ട്, പച്ചയുണ്ട് ഒരു ഓറഞ്ചും ഉണ്ട്. അപ്പോൾ ഒന്ന് മോർ ദാൻ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ആണ്, എത്ര താഴെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ. മറ്റേത് മോർ ദാൻ, ഓറഞ്ച് കളറിൽ കിടക്കുന്നത് മോർ ദാൻ ഒജീവാണ്. ഇതാണ് ഗ്രാഫ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ താഴത്ത് ഡാറ്റ വരയ്ക്കും, വൈ കോർഡിനേറ്റിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഒരു വാല്യൂ മനസ്സിൽ വെച്ചിട്ട് അതങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു പോയിന്റ് നടുക്കിൽ 2 ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്ര പേര് കുറവിൽ, ഇത്ര പേര് ഇവിടെയാണ്, ഇത്ര പേര് അവിടെയാണ്, അതൊക്കെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഒജീവ്സ്, ഇതാണ് നമ്മുടെ ഒജീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒജീവ്സ് ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഒജീവ്സ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എന്ത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെ വരയ്ക്കുന്നല്ല ഞാൻ പറഞ്ഞത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. അടുത്ത ദിവസം നോക്കാം നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡൈസ് ഞാൻ 3 തവണ ഇട്ടു. ഒരു ഡൈസിൽ 6 നമ്പർ ഉണ്ടാവും, 3 തവണ ഞാൻ ഇട്ടു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഗെറ്റിംഗ് എ നമ്പർ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഫോളോഡ് ബൈ എൻ ഓഡ് പ്രൈം നമ്പർ ഫോളോഡ് ബൈ എ കോമ്പോസിറ്റ് നമ്പർ. അപ്പം 3 തവണ ഞാൻ ആ ഡൈസ് മുകളിലേക്ക് ഇടുമ്പം ഫസ്റ്റ് എനിക്ക് എന്ത് കിട്ടണം? മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ എനിക്കറിയാം 1 2 3 4 5 6 ഇതാണ് ഡൈസിലുള്ള ആകെ നമ്പർ. അതിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും ഉള്ളൂ, 3യും 6ഉം ഉള്ളൂ അല്ലേ. അതായത് 2 നമ്പറേ എനിക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉള്ളൂ, 2 വാല്യൂവേ കിട്ടുള്ളൂ ഔട്ട് ഓഫ് എത്രയിൽ? 6 നമ്പറിൽ. അപ്പോൾ ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/3. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 3. മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടാനുള്ളത് 1/3 ആണ് പ്രോബബിലിറ്റി. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ് വേണ്ടത്? ഓഡ് പ്രൈം നമ്പർ. ഓഡ് പ്രൈം നമ്പർ ആരാ? ഓഡ് പ്രൈം നമ്പർ ഇതിൽ ആരേ ഉള്ളൂ? 3യും 5ഉം ഉള്ളൂ അല്ലേ. 3യും 5ഉം ഓഡ് പ്രൈം നമ്പർ ഉള്ളൂ. അതായത് 2 വാല്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട് ഔട്ട് ഓഫ് എത്രയിൽ? 6ൽ 1/3. നെക്സ്റ്റ് പ്രോബബിലിറ്റി എന്താ? കോമ്പോസിറ്റ് നമ്പർ. പ്രോബബിലിറ്റി ഓഫ് കോമ്പോസിറ്റ് നമ്പർ. അപ്പോൾ എന്താ ഈ കോമ്പോസിറ്റ് നമ്പർ? കോമ്പോസിറ്റ് നമ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2ൽ കൂടുതൽ ഫാക്ടർ ഉണ്ടാവും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 2ൽ കൂടുതൽ ഫാക്ടർ ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ 2 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 2ന് ഏതൊക്കെ ഫാക്ടർ പോസിബിളാണ്? 2ന് ഏതൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1ഉം 2ഉം. 2 ഫാക്ടറേ ഉള്ളൂ. 3 എന്ന് പറയുന്ന നമ്പർ എടുത്തു. എത്ര ഫാക്ടർ ഉണ്ട്? 1ഉം 3ഉം. വേറെ ആരുമായിട്ടും 3 ഡിവൈഡായി പോവില്ല. 4 എന്ന് പറയുന്ന നമ്പർ എടുത്തു. എത്ര ഫാക്ടർ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അതായത് 4 എന്ന് പറയുന്നത് ഇവരെ പോലെയല്ല, ഇത് പ്രൈം നമ്പറുകളാണ്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൽ കൂടുതൽ ഫാക്ടർ വന്നു. അതായത് 4 ഒരു എന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. ഇനി 5നെ ഏതൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാം? 1ഉം 5ഉം മാത്രം. പക്ഷേ 6നെ നമുക്ക് എന്തിനൊക്കെ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6നെ നമുക്ക് 1 വെച്ച് ഡിവൈഡ് ചെയ്യാം, 2 വെച്ച് ചെയ്യാം, 3 വെച്ച് ചെയ്യാം, 6 വെച്ച് ചെയ്യാം. മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പോൾ 6ഉം എന്ത് തന്നെയാണ്? അത് കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ 2 കോമ്പോസിറ്റ് നമ്പറാണുള്ളത് അല്ലേ. 2 കോമ്പോസിറ്റ് നമ്പർ ഉണ്ട് ഔട്ട് ഓഫ് 6ൽ. അപ്പോൾ ഇതിൻ്റെയും പ്രോബബിലിറ്റി 1/3. ഇനി 3 തവണ ഇടുമ്പം ഇത് 3ഉം കിട്ടണം. ആദ്യത്തേതിൽ എനിക്ക് മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടണം, രണ്ടാമത്തേതിൽ പ്രൈം നമ്പർ കിട്ടണം, ഓഡ് പ്രൈം നമ്പർ കിട്ടണം, മൂന്നാമത്തേതിൽ കോമ്പോസിറ്റ് നമ്പറും കിട്ടണം. അത് 3ഉം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ആദ്യം കിട്ടാനുള്ളത് 1/3, രണ്ടാമത് കിട്ടാനുള്ളത് 1/3, അടുത്തതും കിട്ടാനുള്ളത് 1/3. അതായത് 1/27 ആയിരിക്കും എൻ്റെ ആൻസർ.
അതായത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കിയേ, എ സ്പീക്സ് ദ ട്രൂത്ത് 5 ഔട്ട്. എ സത്യം പറയുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/7. 7 തവണ എന്തെങ്കിലും പറഞ്ഞാൽ 5 തവണ ശരി പറയും. ബിയോ 9 തവണ എന്തെങ്കിലും പറഞ്ഞാൽ 8 എണ്ണം ശരി പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുമ്പോൾ എ സത്യം പറയുമ്പോൾ ബി നുണ പറയണം, ബി സത്യം പറയുമ്പോൾ എ നുണ പറയണം. അപ്പം ഇത് എ ട്രൂത്ത്, ഇത് രണ്ടും അവർ സത്യം പറയാനുള്ളതാ. നുണ പറയാനുള്ളത് എന്തായിരിക്കും? എ നുണ പറയാനുള്ളത് 7ൽ 5 തവണ സത്യം പറഞ്ഞാൽ ബാക്കി 2 തവണ നുണയായിരിക്കും പറയുണ്ടാവുക. ബി 9ൽ 8 തവണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 തവണ നുണയായിരിക്കും പറയുണ്ടാവുക, അല്ലേ? അപ്പോൾ നോക്കിയാൽ നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു എ സത്യം പറയുവാണെന്ന് വിചാരിച്ചോ. എ സത്യം പറയുവാണെങ്കിൽ കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ ബി നുണ പറയണം, 1/9 പ്ലസ് അടുത്ത കണ്ടീഷനിൽ ബി സത്യം പറയുകയാണെന്ന് വിചാരിച്ചോ, 8/9. അപ്പോൾ എ നുണ പറയണം, എ 2/7, അല്ലേ? എൽസിഎം എടുക്കുമ്പോൾ 63 എന്ന് വരും. 16ഉം 5ഉം 21. കറക്റ്റ് ക്യാൻസലായി പോകും 3. അതായത് 1/3 ആയിരിക്കും എൻ്റെ ആൻസർ, ഓപ്ഷൻ എ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് എടുക്കാം. 15th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് എഗെയിൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്കിന് ഞാൻ എന്ത് ചെയ്യുന്നു, എഗെയിൻ എന്ന് പറയുന്ന വാക്കിന് ഡിക്ഷണറി ഓർഡറിൽ ഞാൻ എഴുതാൻ പോവുക. ഡിക്ഷണറിയിൽ എങ്ങനെ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എഴുതാൻ പോവുക. അപ്പോൾ if all the words with or without meaning which can be made using all the letters of the word again are written as in a dictionary, what will be the 50th word? ഞാൻ അർത്ഥമൊന്നും നോക്കുന്നില്ല. എഗെയിനിൽ എത്ര ലെറ്റർ ഉണ്ടോ ആ ലെറ്ററിനെ ഏതൊക്കെ അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണോ ആ അറേഞ്ച്മെൻ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ ഡിക്ഷണറിയിൽ എങ്ങനെ എഴുതാൻ പറ്റുമോ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതിക്കൊണ്ട് വരുന്ന സമയത്ത് 50ാമത്തെ വാക്ക് എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ എഗെയിൻ എന്ന് പറയുമ്പം AGAIN ഇതാണല്ലോ സ്പെല്ലിങ്. 5 വാക്കുകളുണ്ട്, 5 ലെറ്ററുകളുണ്ട്. ഡിക്ഷണറിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു പ്ലേസ് ഞാൻ ഫിക്സ് ആക്കി വെച്ചു. ബാക്കി 4 പ്ലേസ് ഉണ്ട്. അതിൽ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള 4 ലെറ്റേഴ്സിനെ ഏതൊക്കെ രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? എങ്ങനെ വേണേലും. എങ്ങനെ? 4 പ്ലേസിൽ 4 ലെറ്റേഴ്സിനെ 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 4 ഫാക്ടോറിയൽ എന്താ? 4 × 3 × 2 × 1 എന്ന് പറയുമ്പം 24 വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു 24 വാക്കുകൾ അവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഫബറ്റിൽ നെക്സ്റ്റ് വരുന്ന ആരാ? ജി ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ ജി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം നെക്സ്റ്റ് 4 പ്ലേസ് ഇതേപോലെ ഉണ്ട്. ആ 4 പ്ലേസിൽ എനിക്ക് ബാക്കി ലെറ്റേഴ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? എഗെയിൻ 4 ഫാക്ടോറിയൽ ചെയ്യാം. പക്ഷേ ജീനെ ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പം ഈ എയും 2 എണ്ണം റിപ്പീറ്റേഷൻ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമ്പോൾ എനിക്ക് ഒരേ വാക്ക് റിപ്പീറ്റേഷൻ വരും. ആ റിപ്പീറ്റേഷൻ വരുന്ന അതിന്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഫസ്റ്റ് എ, ഇത് സെക്കൻഡ് എ. ഞാൻ ജി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. GAAIN എന്ന് പറയുന്നൊരു പോട്ടെ, ഇങ്ങനെ വേണ്ട, ഇത് നോക്കണ്ട, ഇത് നോക്ക്. GAIAN എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന വാക്കിൽ ഇത് ഫസ്റ്റ് എയും ഇത് സെക്കൻഡ് എയും എഴുതാം, അല്ലെങ്കിൽ ഇത് സെക്കൻഡ് എയും ഇത് ഫസ്റ്റ് എയും എഴുതാം. പക്ഷെ എങ്ങനെ എഴുതിയാലും വാക്കൊന്നു തന്നെയല്ലേ? അപ്പോൾ റിപ്പീറ്റേഷൻ വന്നു. അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? എത്ര ലെറ്റർ ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കളയുക. 2 ഫാക്ടോറിയൽ. അപ്പോൾ എത്രയെന്ന് വരും? 4 × 3 × 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പം 12. അപ്പോൾ 12 വാക്കുകൾ അവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ജി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൽഫബറ്റിൽ വരുന്ന ആരായിരിക്കും? ഐ ആയിരിക്കും. ഐനെ ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പം 1 2 3 4 വേസ്, 4 പൊസിഷൻസ് ഉണ്ട്. 4 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എഗെയിൻ അവിടെ എ റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് 12 വാക്ക് അവിടെ നിന്നും കിട്ടും. അപ്പോൾ 24ഉം 12ഉം 12ഉം എത്ര വാക്ക് കംപ്ലീറ്റ് ആയി? 48 വാക്ക് കംപ്ലീറ്റ് ആയി. എന്നോട് ചോദിച്ചത് 50ാമത്തെ വാക്ക് എന്താണെന്നാ. 48 വാക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഐ സീരീസ് മൊത്തവും കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? എൻ ആയിരിക്കും, അല്ലേ? ലാസ്റ്റ് എൻ ആയിരിക്കും. അപ്പോൾ 49th വാക്ക് എന്തായിരിക്കും? എന്നിൽ സ്റ്റാർട്ട് ചെയ്യും. എൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെന്ന് വരും? എ വരും. ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യും ബാക്കി ലെറ്റേഴ്സിനെ. എ നെക്സ്റ്റ് ആര് വരും? ജി വരും, ഐ വരും. ഇതായിരിക്കും 49th വാക്ക്. ഇനിയോ 50th വാക്ക് എന്തായിരിക്കും? 50th വാക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? 50th വാക്ക് ചെയ്യുമ്പം എന്തെന്ന് വരും? ഞാൻ വെള്ളം കൊണ്ട് എഴുതാം. എൻ മാറ്റൂല, എ മാറ്റൂല, ജിയും ഐയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലേ? IG എന്ന് വരും. ഇതായിരിക്കും എൻ്റെ 50th വാക്ക്. അതായത് NAAIG. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 15th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നമുക്ക് ഇനി കൂടുതൽ CHSL മോക്കാണെങ്കിലും MTSൻ്റെ മോക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയുക. ഇറ്റ്സ് വാല്യുബിൾ ഫോർ മീ.